Okay, today we will discuss something about the functional derivatives of a carboxylic acid. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാർബോക്സിലിക് ആസിഡിനെ പറ്റി നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 2-3 സ്പെസിഫിക് എക്സാമ്പിൾസ് പഠിച്ചു. ഓക്സാലിക് ആസിഡ്, സിനമിക് ആസിഡ്, സിട്രിക് ആസിഡ് ഒക്കെ പഠിച്ചു. അതിന് ശേഷം വരുന്ന നമുക്ക് കാണാൻ ഇത് എന്താണ് derivatives of a carboxylic acid. More correctly, functional derivatives of a carboxylic acid. What do you mean by functional derivative of carboxylic acid? We know a carboxylic acid has the carboxyl functional group. നമ്മൾ തുടക്കം വരെ പറയുന്നതാണ് this is the carboxyl functional group. And a derivative of the acid means, or more correctly, derivative എന്നേക്കാളും functional derivatives of carboxylic acid എന്ന് പറഞ്ഞാൽ ഈ കാർബോക്സിൽ ഗ്രൂപ്പിലുള്ള OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട് മറ്റു ചില ഗ്രൂപ്പുകൾ വരുന്ന കോമ്പൗണ്ട്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫങ്ഷണൽ CO ഗ്രൂപ്പിന് യാതൊരു മാറ്റം OH ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ ഇസ് കൺവേർട്ടഡ് ഇൻടു CO OH ന് പകരം CONH2 എന്നായാൽ അതിന്റെ പേരെന്താണ് നമുക്കറിയാം, അമൈഡ് എന്നാണ്. അമൈഡ്സ് അമൈഡ്സ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും? അപ്പോൾ CONH2. So that's an amide. Or if this is substituted by a chloro group, then it is called a acyl chlorides or acid chloride. അപ്പോൾ OH ന്റെ സ്ഥാനത്ത് എന്ത് വരുക? OH ന്റെ സ്ഥാനത്ത് Cl വന്നു കഴിഞ്ഞാൽ അതെന്തായി? ആ ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. എന്ത് ഡെറിവേറ്റീവ് ആണ്? ഫങ്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അതിന് പറഞ്ഞത് എന്താണ്? അസൈൽ ക്ലോറൈഡ്സ് ഓർ ആസിഡ് ക്ലോറൈഡ്. നമ്മൾ നേരത്തെ കണ്ടത് ആസിഡ് ക്ലോറൈഡ്സ്. ഇനി അതിന്റെ സ്ഥാനത്ത് OH NH2 ആണ്. അതിന് പകരം OR ഡാഷ് ഡാഷ് വേണമെന്നില്ല, OR എഴുതി തരാം. OR എന്നതിന്റെ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആണ്. അപ്പൊ കോമ്പൗണ്ട് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം RCOOR എന്ന് പറഞ്ഞാൽ എസ്റ്റർ. അതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവോ? COOR എസ്റ്റർ. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഒന്നുകൂടി ഉണ്ട്. OCOR എന്ന് പറഞ്ഞാല് അതിന്റെ പേര് ആസിഡ് അൻഹൈഡ്രൈഡ്സ്. അതെങ്ങനെ ഉണ്ടാവും? അത് COOCOR അൻഹൈഡ്രൈഡ് എന്ന് നമ്മൾ പിന്നെ കാണും. ഇതിനൊക്കെയാണ് നമ്മൾ ജനറൽ ആയിട്ട് എന്ന് പറയുന്നത് functional derivatives of carboxylic acid. There are mainly 4 different functional derivatives of carboxylic acid. They are amides with the formula RCONH2, acid chlorides with the formula RCOCl, esters with the formula RCOOR dash. മറ്റെന്താണ്? RCOOCOR dash, that is anhydrides. നമുക്ക് നാളെ ഒന്നുകൂടി എഴുതാം. ഈ 4 എണ്ണമാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? അമൈഡ്സ്. ഇതിന്റെ പേര് ആസിഡ് ക്ലോറൈഡ്സ് ഓർ അസൈൽ ക്ലോറൈഡ്സ് എന്ന് പറയും. ഇതിന്റെ പേര് വളരെ ക്ലിയർ ആണ്, എസ്റ്റേഴ്സ്. ഇതിന്റെ പേര്
അൻഹൈഡ്രൈഡ്സ്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്, പല സ്ഥലത്തായിട്ട് നേടും. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാം ആസിഡിലുള്ള കാർബോക്സിൽ ഗ്രൂപ്പിലുള്ള OH എന്ന് പറഞ്ഞ ഭാഗത്തുണ്ട്. CO എല്ലാ സ്ഥലത്തും ബാക്കിയുണ്ട്. OH ആണ് മാറി. OH മാറി NH2 ആയാൽ അമൈഡായി, OH മാറി Cl ആയാൽ ആസിഡ് ക്ലോറൈഡായി, OH മാറി OR ഡാഷ് ആയാൽ എസ്റ്ററായി, OH മാറി OCOR ഡാഷ് ആയാൽ അത് അൻഹൈഡ്രൈഡ് ആയി. 4 നമുക്ക് പഠിക്കാനുള്ളത്. 4 പ്രധാനമായിട്ടുള്ള 4 എന്ത് ആസിഡിന്റെ ഫങ്ഷണൽ ഡെറിവേറ്റീവ്സ്. ഇത് 4ന്റെയും പ്രിപ്പറേഷനും അതിന്റെ റിയാക്ഷൻസും അതിന്റെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം എന്താ കാര്യം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ആസിഡ്സിന്റെ ഫങ്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ്. ആസിഡിൽ നിന്ന് ഡെറിവേറ്റീവ്സ് ആസിഡിൽ നിന്ന് കിട്ടുന്നതാണ് ഇതൊക്കെ. മറ്റു മാർഗത്തിലും കിട്ടും, പക്ഷെ ജനറലി ദേ ആർ കൺസിഡേർഡ് ആസ് derived from acids. That's why they are called acid derivatives. ഫങ്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയാൻ കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് മാറ്റം വരുന്നത്. ശ്രദ്ധിക്കുക, ആറിലല്ല COOH, മനസ്സിലായില്ലേ? COOHലുള്ള OH ആണ് മാറുന്നത്. CO അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. OH മാറി മറ്റു പല ഗ്രൂപ്പുകൾ വന്നാൽ അതിനനുസരിച്ച് ആ കോമ്പൗണ്ടിന്റെ പേരും നേച്ചറും സ്വഭാവം ഒക്കെ മാറും. അതിനനുസരിച്ച് നമുക്ക് 4 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് പഠിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് ആയ ആദ്യം നമ്മൾ എടുക്കുന്നത് ആസിഡ് ക്ലോറൈഡ്സ് ആണ്. ആസിഡ് ക്ലോറൈഡ് നമുക്ക് നോക്കാം എന്താണ് സംഭവം. So first we will look into acid chlorides. General formula എന്തായിരിക്കും? RCOCl. Or it can be മറന്നോണ്ട എപ്പോഴും ArCOCl. ഇത് അലിഫാറ്റിക്, ഇത് അരോമാറ്റിക്. മനസ്സിലായോ? AR ആയാലും മതി, R ആയാലും, കാരണം RCOH or ArCOH അല്ലെങ്കിൽ CH3COH and C6H5COH. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് അരോമാറ്റിക് അലിഫാറ്റിക് എന്നേ. രണ്ടായാലും ആസിഡ് OH മാറി Cl വന്നാൽ അതിന്റെ പേര് ആസിഡ് ക്ലോറൈഡ്സ് ഓർ അസൈൽ. അങ്ങനെയുണ്ട്, അസൈൽ ക്ലോറൈഡ്സ്. അസൈൽ ക്ലോറൈഡ്സ് ക്ലിയർ. പിന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആസിഡ് ക്ലോറൈഡ്സ് ഓർ അസൈൽ. നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ പറയാൻ നേരത്ത് ഇതിനെ പറ്റിയാ പറയാ. ഇതിന്റെ കൂട്ടത്തിൽ എപ്പോഴും കടന്നു വന്നിരിക്കും. രണ്ടിന് ഏകദേശം റിയാക്ഷൻസ് ഒക്കെ തുല്യമാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവും. അത് നമുക്ക് വഴിയെ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ലുക്ക് ഇൻടു ദി ആസിഡ് ക്ലോറൈഡ്സ് ആൻഡ് ഹൗ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അതിന്റെ പേര് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ആസിഡ് ക്ലോറൈഡ്സ്? IUPAC നെയിം പറയുമ്പോൾ they are called alkanoic acid. ഇത് ഓർമ്മയുണ്ടോ? കാർബോക്സിലിക് ആസിഡ് according to the systematic nomenclature are called alkanoic acid, methanoic acid, പല methanoic acid എന്ന് പറയുന്ന പോലെ തന്നെ acid chlorides as per the IUPAC system of nomenclature are called alkanoil chlorides. ആൽക്കനോയിൽ ക്ലോറൈഡ്സ് എന്ന് പറഞ്ഞാല് മെത്തനോയിൽ ക്ലോറൈഡ് എത്ര. അപ്പൊ ആസിഡിന്റെ പേരിൽ നിന്ന് ഓയിക് ആസിഡ് എന്ന് മാറ്റി ഓയിൽ ക്ലോറൈഡ് എന്നൊക്കെ എത്തുന്നു. പക്ഷെ ഓയിക് ആസിഡ് ആസിഡിന്റെ പേര് ഓയിക് ആസിഡ് എന്നുള്ളത് മാറ്റിയിട്ടുണ്ടാക്കുക OY, മറ്റേത് OIC ആണ്, ഇത് OYL ആണ്. ഓയിൽ ക്ലോറൈഡ്. അപ്പൊ ഏത് ആസിഡിന് ആസിഡ് ക്ലോറൈഡ്? ഓരോ ആസിഡിനും കറസ്പോണ്ടിങ് ആയ ആസിഡ് ക്ലോറൈഡ് ഉണ്ടാവും അല്ലെ? RCOH പകരം RCOCl ആയാൽ ഈ ആസിഡിന്റെ ക്ലോറൈഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ മെത്തനോയിക് ആസിഡ് അങ്ങനത്തെ മാറി മെത്തനോയിൽ ക്ലോറൈഡ് ആയി മാറി. ബെൻസോയിക് ആസിഡ് ആണെങ്കിലോ ബെൻസോയിൽ ക്ലോറൈഡ് ആയി മാറി. അതൊക്കെ ക്ലിയർ ആണല്ലോ. ഓക്സാലിക് ആസിഡ് ആണെങ്കിലോ ഓക്സാലിൽ ക്ലോറൈഡ് ആയി മാറി എന്ന് പറഞ്ഞ പോലെ as per the IUPAC system. Oxalic acid IUPAC ഇല്ല, IUPAC system we can say it is called a alkanoil chloride. For example, CH3COCl, the simplest compound is called a not methanoid. The രണ്ട് കാർബൺ നേരത്തെ പറഞ്ഞ പോലെ it is a ethanoil chloride because it is derived from acetic acid or ethanoic acid which has a formula CH3COOH. ആ OH മാറി Cl ആകുമ്പോഴാണ് അത് അതിന്റെ ആസിഡ് ക്ലോറൈഡ് ആയി മാറുന്നത്. ആ ആസിഡിന്റെ ക്ലോറൈഡ് ആണ് അസെറ്റിക് ആസിഡിന്റെ ക്ലോറൈഡ്, അസെറ്റൈൽ ക്ലോറൈഡ്. അത്
എന്തിന് ട്രിവിയൽ നെയിമാണ് അസെറ്റിക് ആസിഡ് ട്രിവിയൽ. അപ്പോൾ അസെറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയും. അതിന്റെ IUPAC നെയിം എന്താണ്? അത് അസെറ്റിക് ആസിഡ് IUPAC നെയിം എത്തനോയിക് ആസിഡ് എന്നാണ്. അപ്പോൾ അസെറ്റൈൽ ക്ലോറൈഡ് IUPAC നെയിം എത്തനോയിൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. എത്തനോയിൽ ക്ലോറൈഡ് CH3 CH2 CH2 COCl. എത്ര കാർബൺ ആയിട്ടുണ്ട്? 1 2 3 4. ഇത് വിട്ടുവരുന്നത് 4 കാർബൺ ആയിട്ടുണ്ട്. സോറി, ഇത് ക്ലോറിന്റെ കാർബൺ ആണ്. 4 കാർബൺ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്. ബ്യൂട്ടനോയിൽ അങ്ങനെയാണ് അതിന്റെ പേര് വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നു. ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്, പെന്റനോയിൽ ക്ലോറൈഡ്, ബെൻസോയിൽ ക്ലോറൈഡ്, എക്സെട്ര. ഓക്കെ, സോ according to the systematic nomenclature we can say that the acid chlorides are called a alkanoil chloride from the name of the parent alkane. You നേരത്തെ പറഞ്ഞ പോലെ parent alkane പേരിൽ നിന്ന് നമ്മൾ എന്ത് ഒഴിവാക്കുക? ഈ ഒഴിവാക്കി, ആൽക്കൈനിൽ ഈ ഒഴിവാക്കി OYL ക്ലോറൈഡ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ പേരായി. അല്ലെങ്കിൽ ആസിഡിന്റെ പേരിൽ നിന്ന് ഓയിക് ആസിഡ് ഒഴിവാക്കി ഓയിൽ ക്ലോറൈഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് രണ്ടും തന്നെ അതിന്റെ പേരായി. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഏതൊരു കാർബോക്സിലിക് ആസിഡ് ക്ലോറൈഡ് പേര് ഫോർമുല കണ്ടാൽ നമുക്ക് അതിന്റെ പേര് പറയാൻ പറ്റും. കാരണം എന്താണ്? നിങ്ങൾ നോക്കിയാൽ 1 2 3 4 കാർബൺ ആറ്റം. 4 എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൻ. അപ്പോൾ ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്. ഇവിടെ 1 2 കാർബൺ ആറ്റം, ദാറ്റ് ഈസ് ഈഥൈൻ. സോ ഇറ്റ് ഈസ് എത്തനോയിൽ ക്ലോറൈഡ് എക്സെട്ര. ഓക്കെ, അതിനെ പറ്റി അധികം നമ്മൾ വേദനാണ്. So first we will see how we can prepare. നേരത്തെ കണ്ടിട്ടുണ്ട് we can prepare an acid chloride. ഇങ്ങനെ ആസിഡ് ക്ലോറൈഡ് ഉണ്ടാക്കുക. ആസിഡ് ക്ലോറൈഡ് ഉണ്ടാക്കാൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് നമ്മൾ ശ്രദ്ധിയിൽ ഒരു ആസിഡിൽ നിന്നാണ് അതിന് ആസിഡ് ക്ലോറൈഡ് സാധാരണ ഉണ്ടാക്കുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ബെൻസോയിൽ ക്ലോറൈഡ് വേണമെങ്കിൽ നമ്മൾ എന്തെടുക്കും? ബെൻസോയിക് ആസിഡ് എടുക്കും. ബ്യൂട്ടനോയിൽ ക്ലോറൈഡ് വേണമെങ്കിലോ ബ്യൂട്ടനോയിക് ആസിഡ് എടുക്കും. അസെറ്റൈൽ ക്ലോറൈഡ് വേണമെങ്കിലോ അസെറ്റിക് ആസിഡ് എടുക്കും എന്ന് പറഞ്ഞ പോലെ. Generally, we can say from a carboxylic acid we can prepare the corresponding acid chloride by reaction with a 3 different things. ഏതൊന്ന് മതി? അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. PCl5, PCl3 or SO. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തായിട്ട് പഠിച്ചിട്ടുണ്ടാവും. So the carboxylic acid in question, അതായത് അസെറ്റിക് ആസിഡോ ബെൻസോയിക് ആസിഡോ ബ്യൂട്ടനോയിക് ആസിഡ് ഏതായാലും ശരി, എന്ത് ചെയ്യുക? That is made to react with a one of the three. മൂന്നല്ല. അതായത് generally we can write a RCOOH plus പറഞ്ഞ റിയേജൻസ് എന്തൊക്കെയായിരുന്നു? PCl5 phosphorus pentachloride, പിന്നെ PCl3 that is phosphorus trichloride or SOCl2 that is a thionyl. ഈ പേരൊക്കെ നമുക്കറിയാം. thionyl കേട്ടില്ലേ? THIYONI എന്ന thionyl chloride. ഇല്ല Y1 THIONY thionyl chloride. ഈ മൂന്ന് സാധനങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണം, 3 റിയാക്ട് ഒരേപോലെ, ഏകദേശം വലിയ വ്യത്യാസമില്ല. 3 ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം? ആസിഡിനെ ആസിഡ് ക്ലോറൈഡ് ആക്കാം. അപ്പൊ ഒരു ആസിഡിനെ ആസിഡ് ക്ലോറൈഡ് ആക്കാൻ നമുക്ക് 3 റിയാക്ഷൻ നമ്മൾ കൈവശമുണ്ട്. എന്തൊക്കെയാണ്? ഒന്നുകിൽ 3 ഏതാ 3 മതി, 3 വേണ്ട. PCl5 അല്ലെങ്കിൽ PCl3 അല്ലെങ്കിൽ SOCl2. അപ്പൊ SOCl2 എന്ന് വിചാരിച്ചോ. എന്താ റിയാക്ഷൻ എഴുതുക? RCOCl. അതെന്തായാലും അതാണല്ലോ കിട്ടേണ്ടത്. പിന്നെ എന്താ കിട്ടുക? നമ്മളിത് വൈകാട്ട് അടിച്ചേക്കേണ്ട ആവശ്യം. ഇവിടെ നോക്കി, ആറും സിഒവും CL പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത്? ഓക്കെ, RCOCl. പിന്നെ എന്താ ബാക്കിയുണ്ട്? ഒരു CL ബാക്കിയുണ്ട്, ഒരു SO ബാക്കിയുണ്ട്, ഒരു O ബാക്കിയുണ്ട്, ഒരു H ബാക്കിയുണ്ട്. ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെ വൈകാട്ട് പിടിച്ച് വെക്കേണ്ടതല്ല. ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുക. ബാക്കി എന്തൊക്കെയുള്ളത്? ഇതാ ആറും സിഒവും പോയി, ഇതാ ഒരു CLും പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു OH ബാക്കിയുണ്ട്, ഇവിടെ ഒരു S ബാക്കിയുണ്ട്, പിന്നെ എന്താണ്? ഒരു CL, ഒരു SO ബാക്കിയുണ്ട്, ഒരു CL ബാക്കി. അപ്പൊ എന്താ കിട്ടുക? നോക്കിക്കോ, SO2, പിന്നെന്താ ബാക്കിയുള്ളത്? HCl. അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ 2 സാധനങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇക്വേഷൻ ഒക്കെ കണ്ടാല് നമ്മൾ ഓർഗാനിക് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാല് അതിൽ എന്താ പ്രോഡക്റ്റ് നമുക്ക് അറിയാം. ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് അതിനെ അസ്യൂം ചെയ്യാം.
ചിലപ്പോൾ HOH വന്ന വാട്ടർ ആയിരിക്കും, ചിലപ്പോൾ NH2 വന്ന അമോണിയ ആയിരിക്കും, അല്ലെങ്കിൽ HCl വന്ന HCl ആയിരിക്കും. അങ്ങനെയൊക്കെ തന്നെ ഒരു ബൈ പ്രോഡക്ട്സ് വരുന്നത്. അപ്പൊ അതല്ല നിങ്ങൾ ബൈഹാർട്ട് എഴുതി കുത്തി ബൈഹാർട്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പഞ്ചസാരയുടെ പ്രധാന കാര്യം എന്താണ്? എ കാർബോസിലിക് ആസിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ആസിഡ് ക്ലോറൈഡ് ഓർ അസൈഡ് ക്ലോറൈഡ് ബൈ റിയാക്ഷൻ വിത്ത് തയോണിൽ ക്ലോറൈഡ്. അതാണ് ക്ലോറൈഡ് ഫോർമുല നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് PCl5 ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ PCl3 എന്ന് എഴുതാം. പക്ഷേ തയോണിൽ ക്ലോറൈഡ് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ എന്താ സംഭവം ഓർമ്മയുണ്ട. തയോണിൽ ക്ലോറൈഡ് SO2 ഇല്ല, വേറെ കോമ്പൗണ്ട് ആണ് SOCl2. SO2Cl2 എന്ന് വേറെ കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേര് സൾഫ്യൂറിൽ ക്ലോറൈഡ് എന്നാണ്. യാതൊരു ബന്ധമില്ല. ഇത് തയോണിൽ ക്ലോറൈഡ് ഒരു S ഒരു O 2 Cl SOCl2. SOCl2 is a very active reagent and in many cases it will substitute an OH. ഈ കേസിൽ മാത്രം പല സ്ഥലത്ത് OH മാറി അവിടെ Cl കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ റിയേജന്റ് ആണ് തയോണിൽ ക്ലോറൈഡ്. ഓക്കെ, ഇനി ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. എ കാർബോസിലിക് ആസിഡ് ക്യാൻ ബി മേഡ് ടു റിയാക്ട് വിത്ത് തയോണിൽ ക്ലോറൈഡ് ടു പ്രൊഡ്യൂസ് ദി ആസിഡ് ക്ലോറൈഡ്. തീർന്നില്ല. ഇതുപോലെ ഞാൻ വെറുതെ എഴുതിയതാണ്. അടുത്തെന്താണ്? PCl3. പ്ലസ് ഇവിടെ ബാക്കി വരുന്ന പ്രോഡക്റ്റ് H3PO3 എന്ന്. ഇവിടെ നമുക്ക് ആലോചിക്കാവുന്നേ. ഇവിടെ 3 ക്ലോറൈഡ് RCO, അപ്പൊ 3 RCOH പ്ലസ് PCl3 ഗിവിംഗ് 3 RCOCl and 1 H3PO3. ഇത് ശരിക്കും പറഞ്ഞാല് ഇതാണ് സംഭവം. H3PO3 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് POH ത്രൈസ് ആണ്. ഇവിടെയുള്ള പിയും ഇവിടെയുള്ള 3 OH, മനസ്സിലായില്ലേ? ഇവിടെയുള്ള 3 RCOവും ഇവിടെയുള്ള 3 Cl കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് 3 RCOCl ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇക്വേഷൻ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? ഇവിടെയുള്ള RCOH 3 എണ്ണം, 3 ക്ലോറിൻ ഇവിടെ ഉണ്ട്. അപ്പൊ 3 RCOCl ആയി കഴിഞ്ഞു. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു P ബാക്കിയുണ്ട്, ഇവിടെ 3 OH ബാക്കിയുണ്ട്. ഇതാണ് സാധനം. ഒരു പിയും 3 OH. അതിന് ശരിയായ ഫോർമുല H3PO3 ഫോസ്ഫറസ് ആസിഡ് എന്നാണ്. ഫോസ്ഫറസ് ആസിഡ്. ദിസ് ഈസ് എ ആസിഡ് ക്ലോറൈഡ്. അപ്പൊ അത് വേറൊരു റിയാക്ഷൻ. ഇനിയോ തീർന്നില്ല. ഇനി അടുത്തത് PCl5 ആണ്. PCl5 നിങ്ങൾ ആലോചിക്കണ്ട. ഇവിടെ ഇപ്പൊ 3 Cl ഉണ്ടെങ്കിൽ 3 RCOH വേണം. ഇവിടെ 5 Cl ഉണ്ട്, ഇവിടെ 5 RCOH അല്ല വേണ്ട. ഇവിടെ RCOH റിയാക്ട് വിത്ത് 1 molecule of PCl5 producing 1 molecule of RCOCl plus 1 molecule of POCl3 plus 1 molecule of HCl. ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. RCOH plus PCl giving RCOCl plus HCl plus POCl3. ഒരു R ഉണ്ട്, ഒരു CO ഉണ്ട്, O ഇവിടെ ഉണ്ട്. HCl ആയിട്ടുണ്ട്. 5 ക്ലോറൈഡില് 3 ക്ലോറിൻ ഇവിടെ, 1 ഇവിടെ ഉണ്ട്. ഒരു ഫോസ്ഫറസ് ഇവിടെ ഉണ്ട്, ഒരു ഫോസ്ഫറസ് അവിടെ ഉണ്ട്. ഒന്നും ബാക്കിയില്ല. ഓക്കെ, അപ്പൊ ഈ 3 റിയാക്ഷനും നമുക്ക് എഴുതാം. എന്തിന്? ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എ ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം an acid by reaction of that acid with any one of the three reagents, SOCl2, PCl5 and PCl3. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ആസിഡിനെ ആസിഡ് ക്ലോറൈഡ് ആക്കാം. അതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കൂടിയല്ല, ഏതെങ്കിലും ഒന്ന്. അത് ശ്രദ്ധിക്കാം. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ആസിഡ് ക്ലോറൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ മറ്റു പ്രോഡക്ട്സ് ഇട്ട് കഴിഞ്ഞാല് അതൊക്കെ റിമൂവ് ചെയ്യണം, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നോക്കിയേ, RCOC ആസിഡ് ക്ലോറൈഡ് ജനറലി എന്താണ്? ലിക്വിഡ്സ് ആണ്. അതിന്റെ അപ്പൊ POCl3 എന്ന് പറഞ്ഞാല് ഒരു ലിക്വിഡ് ആണ്. HCl എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ്. ഇതൊരു ലിക്വിഡ് ആണ്, ഇതൊരു ഗ്യാസ് ആണ്. ഗ്യാസ് നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാല് ഗ്യാസ് എന്നർത്ഥം. നേരെ താഴെ എഴുതി കഴിഞ്ഞാല് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്ന നമ്മൾ താഴോട്ട് ഏറോ മാർക്കണം. ഇക്വേഷൻ ശ്രദ്ധിക്കാറില്ലേ? അപ്പൊ മേലെ ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡ് ഗിവിംഗ് BaCl താഴോട്ട് ഏറോ മാർക്ക് എന്താണ്? BSO കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് അർത്ഥം.
ഇങ്ങനെ മേലോട്ട് എഴുതി കഴിഞ്ഞാൽ ഗ്യാസ് ആണ്. സാറിന് ചിലപ്പോൾ എഴുതില്ല, നോ പ്രോബ്ലം, എഴുതുന്നത് കുറച്ച് സൗകര്യം മാത്രമേ. എനിവേ ദിസ് ഈസ് എ ലിക്വിഡ്, ദിസ് ഈസ് എ ലിക്വിഡ്. രണ്ട് ലിക്വിഡുകൾ തമ്മിൽ മിക്സ് ആയി കിടന്നതിനാൽ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ മെത്തേഡ് ശരിക്കും അറിയാവോ? രണ്ട് ലിക്വിഡ്സ്, മിസിബിൾ ലിക്വിഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ. മിസിബിൾ ആണെങ്കിൽ നമുക്ക് രണ്ട് ലെയർ ആയി നിൽക്കും, വെള്ളം വെളിച്ചെണ്ണ പോലെ വേഗം നമുക്ക് മാറ്റാനുള്ള മെത്തേഡ് ഉണ്ട്. മിസിബിൾ ആണ്, വാട്ടർ ആൾക്കോളും വരെ മിസിബിൾ ആണ്. അതിനൊരെണ്ണം മാറ്റണമെങ്കിൽ ഡിസ്റ്റിലേഷൻ ഒക്കെ വേണ്ടി വരും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ലിക്വിഡ് ഇതൊരു ലിക്വിഡാണ്, ഇത് ഗ്യാസാണ്, അത് ചൂടാക്കുമ്പോൾ പോയിക്കോളും. പക്ഷേ ഇതിന് നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്? നേരത്തെ പറഞ്ഞു പ്യുവറായ ആസിഡ് ക്ലോറൈഡ് കിട്ടുക എന്നല്ല. അപ്പൊ അതിനോട് വേറെ ലിക്വിഡ് കൂടി മിക്സ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സംഗതി നടക്കും, കിട്ടും. ഇവിടെ എങ്കിലോ ഇവിടെ അതുപോലെ തന്നെയാണ് H3PO3 ഫോസ്ഫറസ്, അതായത് ഓൾസോ എ ലിക്വിഡ്, ദിസ് ഈസ് എ ലിക്വിഡ്, രണ്ട് ലിക്വിഡുകൾ മിക്സ് ആയിട്ട് കിട്ടുക. ഇവിടെ എങ്കിലോ RCOC is a liquid, SO2 sulfur dioxide is a gas, HCl is a gas. You can see both SO2 and HCl will escape as gases. We will get a almost pure RCOCl. So it is a neat reaction because the product is formed as a liquid, the byproducts are gases, so that it is very easy to get a almost pure ആസിഡ് ക്ലോറൈഡ് ബൈ ദിസ് മെത്തേഡ്. ഇപ്പൊ ഈ മൂന്ന് മെത്തേഡ് ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. കാരണം അതിലെ ബൈ പ്രോഡക്റ്റുകള് ഗ്യാസസ് ആണ്, അത് എളുപ്പത്തില് എസ്കേപ്പ് ചെയ്തു പോകും. മനസ്സിലായോ പറഞ്ഞത്? സോ ദാറ്റ് വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് പ്യുവർ ആസിഡ് ക്ലോറൈഡ് ബൈ റിയാക്ഷൻ വിത്ത് thionyl chloride. Of course you can use either PCl5 or PCl3, no problem, but actual problem is the purification of the product. The product will be obtained mixed with some other liquids like phosphoric acid or POCl3, phosphorus acid or POCl3. That will have to be removed from the product if you want to get the pure product. നമ്മൾ സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് ഉണ്ടാവുന്നു, അതിന്റെ കൂടെ വേറെ ചില സാധനങ്ങളുണ്ട്, അതിനെ റിമൂവ് ചെയ്യണ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാതെ ഒരു മെത്തേഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ നല്ലത്? ആ മെത്തേഡാണ് ഇത്. അതിലെ ബൈ പ്രോഡക്റ്റ് ആയി വരുന്ന സൾഫർ ഡയോക്സൈഡും HCl രണ്ടും ഗേഷ്യസ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഒന്ന് വാം ചെയ്താൽ അത് എസ്കേപ്പ് ചെയ്തു പോകും. വിൽ ഗെറ്റ് പ്യുവർ RCOCl. ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. എന്ന് വെച്ചാൽ ഈ മെത്തേഡ് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ലെന്നൊന്നുമില്ല, ഏത് മെത്തേഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മൂന്ന് മെത്തേഡ് ഏതും പറയാം. അതിൽ കൺവേർട്ട് അസിറ്റിക് ആസിഡ് ഇൻടു ഓക്സിഡൈസ്ഡ് ക്ലോറൈഡ്, or how is a acid chloride prepared? Acid chloride prepared from an acid, from the acid, an acid, ഏത് ആസിഡിന്റെ ക്ലോറൈഡ് ആണ് ആ ആസിഡ് എടുക്കുക, അതുമായിട്ട് ഈ മൂന്നെണ്ണം റിയാക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം ക്ലോറൈഡ് ആയാലും ശരി, PCl3 ആയാലും ശരി, PCl5 ആയാലും ശരി. What the point? That is the method of preparation of a acid chlorides or acyl chlorides or alkanoyl chlorides. Okay. ഇനി അടുത്ത് സ്വാഭാവിക അടുത്ത് എന്തെങ്കിലും പോയാൽ എന്തായിരിക്കും ആലോചിക്കാൻ വന്നാലോ അത് പ്രിപ്പയർ അതിന്റെ റിയാക്ഷൻസ് പ്രോപ്പർട്ടീസ് ആണ്. കാരണം ഇതിൽ ആസിഡ് ക്ലോറൈഡ് ഏറ്റവും താഴെയുള്ള മെമ്പർ ഏതായിരിക്കും? ഏറ്റവും ലോവസ്റ്റ് മെമ്പർ, ലോവസ്റ്റ് ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. പക്ഷെ ഫോമിക് ആസിഡിന്റെ ക്ലോറൈഡ് ആയ ഫോമൈൽ ക്ലോറൈഡ് HCOOH ന്റെ ആസിഡ് ക്ലോറൈഡ് എന്താണ്? HCOCl. ഇറ്റ്സ് എ വെരി അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ഫോർമൈൽ ക്ലോറൈഡ് വളരെ അൺസ്റ്റേബിൾ ആണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് എന്തായി മാറും? HClഉം CO ആയി മാറിപ്പോകും. സ്റ്റെബിലിറ്റി ഇല്ല. അടുത്ത എന്താണ്? CH3COOH ആയ എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡിന്റെ ക്ലോറൈഡ് CH3COCl. ഇനി അടുത്തത് CH3CH2COCl അങ്ങനെ വരും. എത്തനോയിൽ ക്ലോറൈഡ്, പ്രൊപ്പനോയിൽ ക്ലോറൈഡ്, ബ്യൂട്ടനോയിൽ ക്ലോറൈഡ് and so on. All these compounds, lower members are liquids ആണ്, ഗ്യാസസ് അല്ല. ലോവർ ഹയർ മെമ്പേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ മോളിക്കുലർ മാസ് കൂടുന്നതനുസരിച്ച് ഹോമോളോഗസ് സീരീസിന് മേലോട്ട് താഴോട്ട് വരുന്ന അനുസരിച്ച് എന്താണ് മേലോട്ട് നിന്നും പറയാം CH2CH2 എണ്ണം കൂടുന്നതനുസരിച്ച് ആ ലിക്വിഡ് പതുക്കെ സോളിഡ് ആയി മാറും. നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ലോവർ മെമ്പേഴ്സ് ആർ ലിക്വിഡ്സ്, ഹയർ മെമ്പേഴ്സ് ആർ സോളിഡ്സ് നമ്മൾ ജനറലി പറയും. അതിന്റെ അർത്ഥം മനസ്സിലാണല്ലോ. ലോവർ മെമ്പേഴ്സ് ആർ ലിക്വിഡ്സ്, ഹയർ മെമ്പേഴ്സ് ആർ സോളിഡ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ലിക്വിഡ്സ് ആയിരിക്കും. And these liquids usually have a much lower boiling point compared to the parent acid. പറയുന്നത് മനസ്സിലാകുന്നോ?
ഒരു ആസിഡിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ആസിഡ് ക്ലോറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. കാരണം ഇത് ബോയിലിംഗ് പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്ത ഒരു ഫാക്ടർ അതിന്റെ മോളിക്കുലാർ മാസ് ആണ്. നമുക്കറിയാം OH മാറി Cl വന്നാൽ OH 16 വന്നു 17 അല്ലെ, OH-ന് 16 H-ന് 17 അതിന്റെ മൊത്തം മാസം. ക്ലോറിനോ 35.51 ശരിയല്ലേ? ഇപ്പൊ കൂടുതലാണ്, മോളിക്കുലർ മാസിനെ അപേക്ഷിച്ച് കൂടുതലാണ്, പക്ഷെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. എന്തുകൊണ്ട് കുറയുന്നു? ബോയിലിംഗ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ കൂടുതലുണ്ട്. കാരണം OH മാറി Cl വന്ന കുറച്ചിട്ട് മാസ് കൂടുക ചെയ്യുന്നത്. ഓവും എച്ചും കൂട്ടി ഓന്റെ 16, H-ന് 1 കൂട്ടിയ 17 ആണല്ലോ. Cl ഒരൊറ്റക്ക് Cl തന്നെ അതിനെന്ത് 35.5 ഉണ്ട്. അതിന്റെ മാസം ഏകദേശം ഇതിന്റെ ഇരട്ടിയാണ്. OH മാറി Cl വന്നാൽ ലേശങ്കം വോളിയം പോയിന്റ് കൂടാനാണ് സാധ്യത, പക്ഷെ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. കാരണം എന്തായിരിക്കും? നമുക്ക് അന്നേരം ആലോചിക്കണം എന്തായിരിക്കും കാരണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഹാവ് എ കമ്പാരിറ്റീവ്ലി ഹയർ ബോയിലിംഗ് പോയിന്റ്. ആസ് പെർ ദ മോളിക്കുലർ മാസിനെ വെച്ച് നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. എന്തായിരുന്നു കാരണം? പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞത് എന്താ കാരണം? കാരണം കാർബോക്സിലിക് ആസിഡ് occur as dimers, the presence of a or due to hydrogen bond. നമ്മൾ പഠിച്ചിട്ടുണ്ട് CH3 ഓർമ്മിക്കോ, COOH ഒരു മോളിക്യൂളും വേറൊരു CH3 COOH ഒരു. ഇത് രണ്ടും തമ്മിൽ ഇതാ ഇതിന്റെ രണ്ട് നമ്മൾ നേരത്തെ കണ്ടാണ്, രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് യൂഷ്വലി എക്സിസ്റ്റ് ആസ് എ ഡൈമർ. ഡൈമർ രണ്ട് മോളിക്യൂളുകൾ കിട്ടുന്ന ഡൈമർ. അപ്പൊ എന്തായി? ഇഫക്റ്റീവ് മോളിക്കുലർ മാസ് ഡബിൾ ആയി. മോളിക്കുലർ മാസ് നമ്മൾ പറഞ്ഞ 60 അല്ല, ഏകദേശം 120, 60ആണ്. CH3 ഇങ്ങനെ കൂട്ടുന്നത് സീന്റെ 12, ഹൈഡ്രജന് 12, 15, 15, 12, 27, 27, 16, 43, 43, 16, 59, 59, 1, 60. 60ആണ് ഇതിന്റെ മോളിക്കുലർ മാസ്. ഇങ്ങനെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നേരെ കുറച്ച് എന്താ ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? അത് 120 ഡബിൾ ആയി. ഇപ്പൊ മോളിക്കുലർ മാസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടും, വോളിയം പോയിന്റ് കൂടും. So it is actually hydrogen bonding between these two molecules that makes this have a boiling point higher than expected. അതിന്റെ മോളിക്കുലർ മാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ബോയിലിംഗ് പോയിന്റ് വേണമോ അതിനേക്കാളും കൂടുതലാണ് സാധാരണഗതിയിൽ ജനറലി കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ്. അതിന്റെ കാരണം എന്താണ്? കാരണം ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് resulting in the dimerization of molecules. Okay. അപ്പോൾ ഈ പറഞ്ഞ ഫിനോമിനൻ ആസിഡിലുണ്ട്, പക്ഷെ ആസിഡ് ക്ലോറൈഡിലില്ല. കാരണം ഇവിടെ H കാണാനില്ല, OH പോയി. OH പോയ പിന്നെ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അപ്പോൾ ഇത് എന്താണ്? ഇത് ഫ്രീ ഓരോന്നോരോന്നായിട്ട് നിൽക്കും. ഇത് രണ്ടായി നിൽക്കും, രണ്ടും കൂടി ചേർന്ന് ഒരു മോളിക്കൂളായിരുന്നു. അപ്പോൾ അത് മനസ്സിലാണെങ്കിൽ അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ് മോളിക്കുലർ മാസ് വളരെ കൂടുതലാണ്, ഇതിന്റെ കുറവാണ്. അതുകൊണ്ട് അതിന് ബോയിലിംഗ് പോയിന്റ് ഇതിനപേക്ഷിച്ച് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. മനസ്സിലായിട്ട് കാര്യങ്ങൾ പറയുന്നത്? മനസ്സിലാവുന്നില്ല നിങ്ങൾ ചോദിക്കണം വിളിച്ചിട്ട് കേട്ടോ. ഓക്കെ, എന്തൊക്കെ സംശയങ്ങൾ ക്ലാസ് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ഓക്കെ, സോ അസറ്റിക് ആസിഡ് exists as a dimer due to hydrogen bonding or any carboxylic acid as a propanolic butyric acid എന്തായാലും ഇവിടെ ആറുണ്ട്, എന്തായാലും ഈതേലായാലും ഈ ടൈപ്പ് ഇന്ററാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡ് exists as dimers so that they have a comparatively high boiling point. When such an acid is converted into acid chloride, the possibility of hydrogen bonding vanishes. There is no possibility of hydrogen bonding. That means the molecules are not associated at all. They exist as individual molecules, resulting in a lower boiling point. Why acid chloride have a lower boiling point compared to acids? Acid ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡൈമറൈസ് ചെയ്യും, അതിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ആ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിങ് ആസിഡ് ക്ലോറൈഡ് എത്തുമ്പോൾ ഉണ്ടാവുന്നില്ല. കാരണം OH പോയി, OH ആണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ഭാവം, അത് പോയി. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല, അസോസിയേഷൻ ഇല്ല, ഫ്രീ മോളിക്യൂൾസ് ആണ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഓക്കെ.